പ്രതാപചന്ദ്രൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സ്ത്രീയുടെ മുഖത്തടിക്കുന്ന ദൃശ്യങ്ങൾ ഞെട്ടലോടെയാണ് കേരളം കണ്ടത്. അതേ പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് ദുരനുഭവം നേരിട്ട മർദ്ദനമേറ്റ ഒരു യുവാവാണ് എന്നോടൊപ്പം ഉള്ളത്. സനൂപ്, നിങ്ങൾക്ക് എപ്പോഴാണ് മർദ്ദനമേറ്റത്? 2023 ഞങ്ങൾ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ എറണാകുളത്ത് പോയതാണ്. അപ്പോൾ അവിടെ ചായ കുടിക്കാൻ പോയ സമയത്താണ് ഈ പോലീസുകാരൻ വന്നിട്ട് അവർ ജീപ്പായിട്ട് വന്ന് അവിടെ അപ്പുറത്ത് കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. അവരെന്നാണ് ആദ്യം ടാർഗറ്റ് ചെയ്തത്. അതിനുശേഷം ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും നേരത്തെ അവിടെ നിൽക്കണം എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് വണ്ടിയുടെ ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചു. നമ്മൾ പറഞ്ഞു ബുക്കും പേപ്പറൊക്കെ ഉണ്ട്, പുതിയ വണ്ടിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പുള്ളി തന്നെ വന്നിട്ട് എന്താ പറയുക, ആദ്യം വേറെ സിവിൽ ഡ്രസ് ഇട്ട ഒരാളെ വന്നത്. എന്നിട്ട് പറഞ്ഞു വണ്ടി എവിടെ നിന്ന് അടിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ സ്വന്തം വണ്ടിയാണ്. അതിനുശേഷം അപ്പത്തിനും ബാക്കിയുള്ള വേറെ പോലീസുകാർ വരുന്നുണ്ട്. വന്നിട്ട് ഓരോരുത്തരായിട്ട് ചോദിക്കും, നീ സാധനം അടിച്ചിട്ടുണ്ടോ നോക്കി ചോദിക്കും. ഞാൻ ഉപയോഗിക്കാറില്ല സാറേ. അപ്പോൾ അപ്പത്തിന് അടുത്ത ആൾ വേറെ ആൾ വന്നിട്ട് നമ്മൾ മറുപടി പറയണതിന് മുമ്പ് തന്നെ അടുത്ത ആൾ വന്നിട്ട് ചോദിക്കുകയാണ്, നീ ഏത് സാധനം അടിച്ച്? അതേപോലെ MDMA ആണോ കഞ്ചാവാണോ? ഞാൻ അന്ന് മുടി നാളി നീട്ടി വളർത്തിയിട്ടാണ്. അപ്പോൾ ഇവർ ഈ ലുക്ക് കണ്ടിട്ട് സാർ അവൻ്റെ ഒക്കെ കോലം കണ്ടില്ലേ, അവൻ്റെയൊക്കെ മറ്റേ പൊടി തന്നെ, ആ രീതിയിലൊക്കെയാണ് ഇവർ പറയണ്ടായിരുന്നു. ഇത് ഏത് സ്റ്റേഷൻ പരിധിയിൽ വെച്ചായിരുന്നു? നോർത്ത് ടൗൺ സ്റ്റേഷനിൽ. ഇവർ വണ്ടി കൊണ്ടുപോകാൻ ഞങ്ങളുടെ വീഡിയോ എടുക്കുക, അതേപോലെ വണ്ടി കൊണ്ടുപോകാൻ നോക്കണു. നാട്ടുകാർ നോക്കി നിൽക്കുക, ഞങ്ങളെ MDMA ആണ് കഞ്ചാവാണെന്ന് പറഞ്ഞു കൊടുക്കണു. ഞങ്ങൾക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് രാഹുൽ എന്ത് ചെയ്തു, അവൻ്റെ ഫോണിൽ വീഡിയോ എടുത്തു. ഇവർ ഇങ്ങനെ ചെയ്യണതൊക്കെ ആ വീഡിയോ എടുത്ത് ഓർമ്മയുള്ളൂ. ഈ CA പ്രതാപചന്ദ്രൻ ഡയറക്റ്റ് വന്നിട്ട് ഇവിടെ ഇടിച്ചിട്ട് ആകെ വിങ്ങിയിട്ട് നടു റോട്ടിൽ എന്ന് വെച്ചാൽ അവിടുത്തെ ആ ജംഗ്ഷനിൽ വെച്ചിട്ട് ആൾക്കാരൊക്കെ നോക്കിക്കണതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ തല്ലിയത്. ഇവനെ തല്ലി, ഇവൻ്റെ ഫോൺ സ്പോട്ടിൽ എറിഞ്ഞു പൊട്ടിച്ചു. എൻ്റെ ഫോൺ മേടിച്ചിട്ട് ഇങ്ങോട്ട് എറിഞ്ഞു പൊട്ടിക്കാൻ നോക്കിയിട്ട് അതെടുത്ത് പോക്കറ്റിലിട്ടു. അത് iPhone ആയിരുന്നു. ഈ നേരം വരെ ആ സാധനം 2 ഫോണുകളും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു തെളിവില്ലാത്ത രീതി FIR ഒന്നും എഴുതിയിട്ടില്ല. എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള ഒരു മെഡിക്കൽ ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് ഇതുവരെ അതിനൊരു തെളിവുണ്ടാക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്കെതിരെ കേസ് എടുത്തു? ഞങ്ങൾക്കെതിരെ കേസ് എടുത്തെന്ന് വെച്ചാൽ ഞങ്ങൾ പോലീസുകാരെ തല്ലിയെന്ന് പറഞ്ഞിട്ട് ഈ CA ഉൾപ്പെടെ വരുന്ന 7ഓളം പോലീസുകാരെ ഞങ്ങൾ 2 പേര് തല്ലിയെന്ന് പറഞ്ഞിട്ടാണ് ഇവർ കേസ് എടുത്താണ്. ഈ സ്റ്റേഷൻ കൊണ്ടുപോയ ശേഷം മർദ്ദിച്ചോ? സ്റ്റേഷനിൽ കൊണ്ടുപോയതിന് ശേഷം എന്നെ മർദ്ദിച്ചു. അതായത് രാഹുൽ എന്നെ റോട്ടിൽ നിന്ന് ഞങ്ങൾ 2 പേരെയും നല്ല രീതിക്ക് തല്ലി. ഇവനെ ലാത്തി വെച്ചിട്ട് കുത്തി. എന്നുവെച്ചാൽ ജീപ്പിൻ്റെ നടു സീറ്റിലേക്ക് നിർത്തിയിട്ട് ബാക്കിലേക്ക് കുത്തിയായിരുന്നു ലാത്തി വെച്ചിട്ട്. ഇതേ പോലീസുകാരൻ റോട്ടിലിട്ടിട്ടും ഒരു ബൂട്ടിലിട്ട് ചവിട്ടി. ഇതിൻ്റെയൊക്കെ വിഷ്വലുണ്ട്. ആ വിഷ്വൽ അന്ന് പുറത്ത് വന്നുകൊണ്ടാണ് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ഇത് വന്നത്. അതിനുശേഷം സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എന്നെ തനിയെ വിളിച്ചുകൊണ്ടായിട്ട് പറഞ്ഞു, അവനുള്ള ഞങ്ങൾ അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്, നിനക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നേരെ കാണുന്ന റൂമുണ്ട്. അവിടെ CC ക്യാമറ ഉണ്ടായിരുന്നില്ല. അതിനുള്ളിൽ കൊണ്ടുപോയിട്ട് പ്രതാപചന്ദ്രൻ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള 2-3 പോലീസുകാരും കൂടിയിട്ട് മാറി തല്ലായിരുന്നു. ഇവർ ഞങ്ങളെ ഇവൻ്റെ കല്യാണം മുടക്കുന്നുള്ള ഭീഷണി, അതേപോലെ ഇവൻ്റെ ജോലി കളഞ്ഞു. എന്നെയാണെന്നുണ്ടെങ്കിലും മാനസികമായിട്ട് എൻ്റെ ഡയറക്ടർമാരെ എല്ലാവരും ഇവിടെ വരുത്തും. അതേപോലെ എൻ്റെ കരിയർ നശിപ്പിച്ച് കളയും. എന്ന് വെച്ചാൽ ഞാൻ തുടങ്ങണുള്ളൂ, നശിപ്പിച്ച് കളയും എന്നൊക്കെ പറഞ്ഞിട്ട് വൻ രീതിയിലുള്ളതായി. പിറ്റേന്ന് ഇവർ ന്യൂസിൽ കൊടുത്തു, എല്ലാ ചാനൽസും വന്നു. ഞങ്ങൾക്ക് പോലും അറിയില്ല ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ കിടക്കുന്നത്. ഒരു കാര്യമില്ലാണ്ട് ഞങ്ങൾ 3 ദിവസം റിമാൻഡിൽ കിടന്നു. ഞങ്ങൾ കേസ് കൊടുത്തതിന് ശേഷം ഈ കേസ് കോടതിയിൽ നിലനിൽക്കെ ഞങ്ങൾ മുഖ്യമന്ത്രിക്കും ബാക്കിയുള്ള ഹ്യൂമൻ റൈറ്റ്സിനും എല്ലായിടത്തേക്കും കംപ്ലയിൻ്റൊക്കെ കൊടുത്തതിന് ശേഷം ഈ ലീഗലായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും പുള്ളി 2024 ആ ചേച്ചിനെ തല്ലിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് നിയമപരമായിട്ടുള്ള യാതൊരു പേടിയില്ലാത്ത മനുഷ്യനാണ്. ആളിപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടും എനിക്ക് കാര്യമായിട്ട് തോന്നുന്നില്ല. എന്തായാലും ആ CAയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ യുവാവിൻ്റെ വാക്കുകൾ. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സാജിദ്, ഈ CI പ്രതാപചന്ദ്രൻ സ്ഥിരം ഒരു മർദ്ദകനായിട്ടാണോ നമ്മൾ കണക്കാക്കേണ്ടത് ഇതുകൂടി കേൾക്കുമ്പോൾ? അങ്ങനെ വേണം ഈ യുവാക്കളുടെ സംസാരം കൂടി കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ നൗഫൽ. ഇദ്ദേഹം എറണാകുളം നോർത്ത് SHO ആയിരിക്കുന്ന സമയത്ത് വെച്ചാണ് എറണാകുളം ടൗണിൽ വെച്ച് ഈ സിനിമാ മേഖലയിലുള്ള യുവാക്കൾക്ക് ഇത്തരം ഒരു അനുഭവം ഉണ്ടാകുന്നത്. സിനിമാ മേഖലയിലെ യുവാക്കളോട് ഇവരുടെ ഈ മുടിയും താടിയും മറ്റും കണ്ട് നിങ്ങൾ ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണ്, ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് പറയുകയും തടഞ്ഞു വെക്കുകയും ചെയ്യുന്നു. പിന്നീട് ഈ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചതോടുകൂടി ഈ രാഹുൽ എന്ന ഈ വീഡിയോ എഡിറ്റർ, ഈ സിനിമയിലെ കിങ് ഓഫ് കൊത്തയുടെ സിനിമയിലെ സെറ്റിലുള്ള യുവാക്കളാണ് ഒന്നിച്ച് രാത്രിയിൽ ചായ കുടിക്കാനായി പുറത്തിറങ്ങുന്നത്. ഈ ഫോണ് എറിഞ്ഞു പൊട്ടിക്കുന്നു. പിന്നീട് നമ്മോട് സംസാരിച്ച സനൂപ് എന്ന വ്യക്തിയുടെ iPhone ഈ പോലീസ് കൈക്കലാക്കുന്നു. ഈ CI കൈക്കലാക്കി. അത് ഈ FIR-ലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രേഖയിലോ ഇല്ല. അത് ഈ മോഷ്ടിച്ചതായി തന്നെയാണ് ഈ പോലീസ് അത് മോഷ്ടിച്ചതായാണ് കണക്കാക്കുന്നത്. എന്തായാലും ഈ നടുറോട്ടിൽ വെച്ച് ഈ മുഖത്തടിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നു. പിന്നീട് പോലീസിനെ മർദ്ദിച്ചു എന്ന പേരിൽ FIR രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷം സ്റ്റേഷൻ
സ്റ്റേഷനിൽ പോയി ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പരാതി. മുഖ്യമന്ത്രിക്കും DGPക്കും ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. എന്തായാലും ഇതിൽ ഒരു ക്രിമിനൽ കേസ് കോടതിയിൽ നടക്കുന്നുണ്ട്. കോടതിയിലേക്ക് ഈ ചില സമയങ്ങളിലാണ് ഈ CI പ്രതാപ് ചന്ദ്രൻ വരാറുള്ളത് എന്നാണ് പറയുന്നത്. എന്തായാലും ഒരു സ്ത്രീയുടെ മുഖത്തടിച്ചത് അപ്പോഴുണ്ടായ എന്തെങ്കിലും പ്രകോപനത്തിന്റെ പേരിൽ മാത്രമല്ല, അതൊരു സ്ഥിരം സംഭവമാണ് എന്ന് തെളിയിക്കുന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ സനൂപ് എന്ന സിനിമാ മേഖലയിലെ യുവാവിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. നൗഫൽ, ആ ഗർഭിണിയെ മർദ്ദിച്ചത് മാത്രമല്ല, മറ്റൊരാളെ മർദ്ദിച്ചതിന്റെ വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നു. CI പ്രതാപചന്ദ്രൻ സ്ഥിരമായി ഇത്തരത്തിൽ പരാതിയിൽ പെടുന്നുണ്ട്. പക്ഷേ ആ പരാതിയിലൊന്നും നടപടികൾ എടുത്തതായി കാണുന്നില്ല. ഏറ്റവും ഒടുവിൽ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചത്. വിവരങ്ങളാണ് സാജിദ് അജ്മൽ നൽകിയത്.